ഇനി നമ്മൾ 19ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 10ാമത്തെ ചോദ്യം കോണിക് സെക്ഷനിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ OAB ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ പരാബോള. ഓക്കെ, സോ ഒരു പരാബോള നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോളയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സ്റ്റാൻഡേർഡ് പരാബോള തന്നിരിക്കുന്നത് y² = 4ax. സോ ഇതാണ് നമ്മുടെ പരാബോള. 4ax-നകത്ത് a നമുക്ക് 1 ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ OAB ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ പരാബോള വിത്ത് വെർട്ടെക്സ് O പരാബോള. ഓക്കെ, AB ആസ് ഡയമീറ്റർ. സോ ഇത് A, ഇത് B നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇതാണ്. ഇക്വലാറ്റർ ആംഗിൾ ഏതാണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി, ഓരോ ആംഗിൾ 60 ആണ്, ഹാഫ് വരുമ്പോൾ 30 ഡിഗ്രി എടുക്കാം. നമുക്ക് പിന്നെ ഇത് A എന്ന് എടുക്കാം, കാരണം ഇത് പാരാമെട്രിക് ഫോമിൽ നമുക്ക് AT² then 2AT എന്ന് എഴുതാം. താഴത്തേത് നമുക്ക് എന്ത് ചെയ്യാം, ഇതും AT² - 2AT എന്ന് വരും. ഓക്കെ, പാരാമെട്രിക് കോർഡിനേറ്റ്സ്. ഓക്കെ, സോ നമുക്കിനി ഇവിടെ y² = 4ax-നകത്ത് എയുടെ വാല്യൂ നമുക്ക് 1 ആണ് അല്ലേ. സോ നമുക്കിത് ശരിക്കും t² എന്നും 2t എന്ന് എഴുതാം. ഓക്കെ, t² എന്നും 2t എന്ന് എഴുതാം അല്ലേ. t² 2t. സോ ഇവിടെ നമുക്ക് t² - 2t അല്ലേ, -2t നമുക്ക് എഴുതാം. 280 A1 ആക്കി ഞാൻ. ഓക്കെ, ആൻഡ് ഇത് B ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിക്കാം മക്കളെ. അടുത്ത് നമ്മളോട് പറയുന്നത് ദെൻ ഇനി നമുക്ക് ഇവിടെ നിന്നൊരു കണ്ടീഷൻ എഴുതാം. ഇവിടെ നിന്നൊരു സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ആ ലൈൻ്റെ സ്ലോപ്പ് MOA നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 2t - 0 / t² - 0 ദാറ്റ് ഈസ് 2t/t² നമുക്ക് 2/t എന്ന് എഴുതാം. ഓക്കെ, 2/t കിട്ടും. ഓക്കെ, ഈ 2/t എന്ന് പറയുന്നത് tan 30 ഡിഗ്രി അല്ലേ. tan 30 ഡിഗ്രിയാണ് ഈ 2/t എന്ന് പറയുന്നത്. tan 30 ഡിഗ്രി 1/√3 ആണ്. സോ 2t വരും. t = 2√3 കിട്ടും. യെസ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ p വാല്യൂസിനെ റീപ്ലേസ് ചെയ്യാം. 2t ഇത് 4√3 എന്ന് വരും. ദെൻ ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ 4 × 3 12 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 12 കിട്ടും. ഇത് 12 ആയിരിക്കും. സോ ഇത് 12 കണ്ടോ. നമുക്കപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് മാറ്റി ഞാൻ കൊടുത്തു. കണ്ടോ, റെഡി അല്ലേ മക്കളെ. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. Then the minimum distance of the circle having AB as diameter. ഓക്കെ, AB ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, AB ഡയമീറ്റർ വരുന്ന ഒരു സർക്കിൾ. AB ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയേ ഇത് ഓക്കെ. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 4√3 ആയിരിക്കും റേഡിയസ് കിട്ടുന്നത്. AB ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, AB ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് നമുക്ക് 4√3 എന്ന് ശരിക്കും പറഞ്ഞാൽ കിട്ടും. റെഡി അല്ലേ മക്കളെ. ദെൻ ഇത് ഡയമീറ്റർ എടുക്കുവാണെങ്കിൽ നമുക്ക് ദാണ്ട് ഇത് 12 എന്നുള്ള ഒരു കോർഡിനേറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. എന്തുകൊണ്ട് ഞാൻ ഈ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിൾ വരച്ചാൽ ഇവിടുത്തെ ഇത് 12 വരുന്നുണ്ട്. നമുക്ക് 12,0 എന്നായിരിക്കും ഇതിൻ്റെ സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് എടുക്കണം. ഈ പോയിന്റ് നമുക്ക് 12,0 എന്നാണ് അറിയാം അല്ലേ, 12,0. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ 12,0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ x - 12² + y² = 4√3² എന്ന് കിട്ടും സർക്കിളിൻ്റെ ഇക്വേഷൻ. റെഡി. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദ സർക്കിൾ ഹാവിങ് AB as ഡയമീറ്റർ ഫ്രം ദ ഒറിജിനിൽ നിന്ന് സർക്കിളിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചിരിക്കുന്നത്. വളരെ മിനിമം ഡിസ്റ്റൻസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്, മിനിമം ഡിസ്റ്റൻസ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ സർക്കിൾ ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ കിട്ടുന്നത്, അത് 12 ആണെന്ന് നമുക്കറിയാം. ദെൻ ഈ റേഡിയസ് നമുക്ക് എത്രയാണ്, 4√3 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും, മിനിമം ഡിസ്റ്റൻസ് അതായത് ഒന്നുകൂടി ഞാൻ പറയാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ സർക്കിൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് 12,
0. ഒറിജിൻ ഇതാണ് 0,0. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 12. ദെൻ മിനിമം ഡിസ്റ്റൻസ് എന്ന് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് റേഡിയസ് ആണ്. സോ നമുക്ക് 12 മൈനസ് 4√3 ആണ് നമ്മുടെ റേഡിയസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് 4 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 മൈനസ് √3 എന്ന് കിട്ടും. സോ 4 × 3 മൈനസ് √3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ?